ഇന്ന് സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കിയത്. അതിനായി 2 സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങിൽ ധാരാളം മണ്ണും ചെളിയും ഒക്കെ കാണും. അത് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇത് രണ്ടും ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ആണിത്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഞാനിവിടെ പ്രഷർ കുക്ക് ചെയ്യാനാണ് പോകുന്നത്. പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇത് വേവിച്ചെടുക്കാൻ കഴിയും. ഒരു 2 വിസിൽ വരെ ഇത് വേവിച്ചു. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ മിൽക്ക് ഷേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് പ്രഷർ കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആയതിനു ശേഷമാണ് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് വേവിച്ച വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. മധുരക്കിഴങ്ങ് നല്ല സോഫ്റ്റായി കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു ബ്ലെൻഡർ ജാറിലേക്ക് മാറ്റാം. നല്ലപോലെ കുക്കായി ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ കഴിയും. ഇത് കുറച്ച് കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിലെ വെള്ളം മാറ്റി കാഷ്യൂ നട്ട്സ് മാത്രം ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. കാഷ്യൂ നട്ട്സിന് പകരം കപ്പലണ്ടിയോ വാൾനട്ടോ ചേർക്കാവുന്നതാണ്. ഇത് ഏലക്കാപ്പൊടിയാണ്. മിൽക്ക് ഷേക്കിനൊക്കെ ഇതുപോലെ പൗഡറായി ചേർക്കുന്നതാ നല്ലത്. പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം. ശർക്കര ചേർത്താലും മതി. ഇത് തേങ്ങയുടെ നല്ല കട്ടിയുള്ള 1-ാം പാലാണ്. പകരം പശുമ്പാൽ ചേർത്താലും മതി. തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഐസ് ക്യൂബ്സ് വേണ്ടവർ ആദ്യമേ തന്നെ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷമാണ് ഗ്ലാസ്സിലേക്ക് മിൽക്ക് ഷേക്ക് ഒഴിക്കേണ്ടത്. എനിക്ക് ഐസ് വേണ്ട. ഗാർണിഷിങ്ങിന് സാഫ്രൺ അഥവാ കുങ്കുമപ്പൂവ് ഇട്ടുകൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. വേഗം ഉണ്ടാക്കിക്കൊള്ളൂ കേട്ടോ.